നമുക്ക് ഇതേപോലെ ഇങ്ങനെ അടിക്കുമ്പോഴേക്കും സലാഡ് റെഡിയാക്കാം. പക്ഷെ ഒരു സ്പെഷ്യൽ സാധനം കേട്ടോ മുകളിൽ കിടക്കുന്നത്. അത് ഫുൾ വീഡിയോ കാണുമ്പോ മനസ്സിലാവും. അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയേക്കണേ, മറക്കല്ലേ. അപ്പൊ തുടങ്ങല്ലേ നമ്മള്. നമുക്ക് ഇതേപോലത്തെ ബോൾ എടുക്കാം കേട്ടോ. പൈനാപ്പിൾ, മല്ലിയില, മിളക്, നല്ല ഫ്രഷായ നാരങ്ങ നീര്, എള്ള്. നമുക്ക് ഒലിവ് ഓയിൽ ഒന്ന് ഡ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ശരി, സെസ്മീഡ് ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതേപോലെ ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കാം കേട്ടോ. നമ്മുടെ റൈസ് വറുത്തെടുക്കാൻ. ബസ്മതി റൈസ്, ഇതിനാണ് അരി വറുക്ക എന്ന് പറയാം. നമുക്ക് ഓയിലിൽ നിന്ന് പുറത്തെടുക്കാം കേട്ടോ. ആ വറുത്തരി, വറവറവറി അരി, അത് ചൂടുള്ളപ്പോൾ തന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു പിഞ്ച് മുളക് പൊടി, മിക്സ് ചെയ്യാട്ടോ. നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് നമുക്ക് ഇനി സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാട്ടോ. നമ്മുടെ വറുത്തരി ദേ പോയി ദാ വന്നു. അത്ര നേരം മതി ഈ സലാഡ് ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതൊക്കെ മനസ്സിലായില്ലേ ഇപ്പൊ ഏതാണ് സീക്രട്ട് ഇൻഗ്രീഡിയന്റ്? വറുത്തരി. അത് ഇച്ചിരി മിളകൊക്കെ ഇട്ട് ഒന്ന് അങ്ങോട്ട് മുകളിലേക്ക് ഇട്ട് കഴിയുമ്പോ ഇവൻ പൊടിക്കും. അല്ല, ഫ്രഷ് ഫ്ലേവേഴ്സ് ആണ് കേട്ടോ. പൈനാപ്പിള്, കുക്കുംബർ, മല്ലിയില, അതിൻ്റെ ഇടയ്ക്ക് ആ അരി വറുക്കലാണ്ട് വരുമ്പോണ്ടല്ലോ, അത് കിട്ടും. ഒരു അല്ല അങ്ങനെ ഒരു കടിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കിട്ടണം. ഇതേപോലെയൊക്കെ സലാഡ് നമുക്ക് നിമിഷ നേരത്തിനുള്ള നമ്മൾ വീട്ടിൽ വെച്ചുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പൊ എങ്ങനെ തിന്നണ്ടേ? ആസ്വദിച്ച് തിന്നാം, ആസ്വദിച്ച്. അപ്പൊ തിന്നുമ്പോ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നും ഞെക്കിക്കണേ, മറക്കല്ലേ. ഓക്കെ, ബൈ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.